ഇന്ന് ബ്യൂട്ടി പാർലറിൽ പോണ്ടേ? ഇന്ന് ഇത്തിരി തിരക്കുണ്ട്, നമുക്ക് നാളെ പോവാം. എന്താ രണ്ടുപേരും കൂടെ? ക്രിക്കറ്റ് ആയിരിക്കും സംസാര വിഷയം. അതെ, വിജയ് അമൃതരാജ് ഔട്ടായ കാര്യം പറയായിരുന്നു. ആ കളി ഞാൻ കണ്ടതാ. നമുക്ക് നാളെ പോവാം പാർലറിൽ. ഇത് കണ്ടോ? എന്താ ഇത്? ലവ് ലെറ്റർ? നീ വായിച്ചു നോക്ക്. തിരുപ്പതി ശ്രീ വെങ്കടാചലപതി കലിയുഗ അത്ഭുത കാഴ്ച. അറിയാനായി 200 പകർപ്പെങ്കിലും എടുത്ത് വിതരണം ചെയ്യുന്നവർക്ക് 14 ദിവസത്തിനുള്ളിൽ അവരുടെ പ്രാർത്ഥനകൾ സാധിച്ചു കൊടുക്കും. അല്ലാത്തവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ബോംബെയിൽ ഇതിന്റെ പകർപ്പെടുത്ത് വിതരണം ചെയ്ത ഒരാൾക്ക് 14 ദിവസത്തിനകം ലോട്ടറി അടിച്ചു. താമ്പരത്തൊരു റിക്ഷാവണ്ടിക്കാരൻ ഇത് ചെയ്തു, സ്വർണ്ണനിധി കിട്ടി. ഇതിനെ നിഷേധിച്ച ഒരാൾക്ക് ഒരാഴ്ചക്കകം മരണം സംഭവിച്ചു. കാരണം വ്യക്തമല്ല. എന്താടാ ഇത്? എനിക്കറിയില്ല, ഇന്ന് കാലത്ത് സ്റ്റേഷനിൽ വന്നതാ. എന്താ ചേട്ടാ ഇത്? നിന്നെ കെട്ടാൻ പോകുന്ന പോലീസ് ഓഫീസർക്ക് വന്നതാ ദൈവത്തിന്റെ ഭീഷണിക്കത്ത്. എന്താ മക്കളെ, നീ തിരുപ്പതി പോയോ? ലഡു കൊണ്ടുവന്നില്ലേ? അയ്യോ അമ്മേ, തിരുപ്പതിയിലൊന്നും പോയില്ല. തിരുപ്പതി ഭഗവാനെ കുറിച്ച് ഒരു കത്ത് വന്ന കാര്യം പറയായിരുന്നു. എന്താ 21 പേർക്ക് മറുപടി അയക്കാനുള്ള പരിപാടി ഉണ്ടോ? പിന്നെ എനിക്ക് വേറെ ജോലി. കളഞ്ഞെ? അയ്യോ അത് വേണ്ട. ഏതായാലും ദൈവത്തിന്റെ കാര്യം എഴുതിയൊരു കത്തല്ലേ. പേടിയാണോ? എന്നാൽ എഴുതിക്കോ 21 പേർക്ക്. അവരും ഒരു 21 പേർക്ക് എഴുതട്ടെ. അങ്ങനെ രാജ്യം മുഴുവൻ ഊമക്കത്തോണ്ട് നിറയട്ടെ. ഒരു പോലീസുകാരൻ, നാണമില്ലല്ലോടാ നിനക്ക്. ഏത് ദൈവമാടാ ഭീഷണിപ്പെടുത്തി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നേ? എന്നാലും കീറി കളയണ്ടായിരുന്നു. ഇല്ലമ്മേ, അമ്മ പേടിക്കണ്ട. കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവനറിയാം. ഇവനോട് ചോദിച്ചങ്ങ് എഴുതിയാൽ മതി. എന്താ ഇത്? സാർ, അഫിഡവിറ്റ് നമ്മുടെയാണോ പാർട്ടിയുടെയാണോ? പാർട്ടിയുടെ. ശരി. നിനക്കൊന്നും പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. ക്രമസമാധാന നില ക്ലീൻ. എന്നാൽ അമ്മയ്ക്ക് ആ കത്തൊക്കെ എഴുതി കൊടുക്കും. ഒരു പണിയാവട്ടെ. ഇല്ലിന്റെ വാങ്ങട്ടെ. മനുഷ്യനെ വെറുതെ. ദൈവത്തിന്റെ കാര്യം അങ്ങനൊന്നും പറയരുത് മോളെ. സാർ, സുദേവൻ സാറ്. നമസ്കാരം സാർ. ഇരിക്കെ. നാളെയാണ് കേസ്. ഉച്ചയ്ക്ക് മുമ്പ് എടുക്കും. രാവിലെ തന്നെ ഹൈക്കോടതിയിൽ എത്തിക്കോളൂ. ശരി സാർ. ഇത്തിരി വിഷമം പിടിച്ചൊരു കേസാണ്. എന്നാലും നോക്കാം. തിരുപ്പിക്കോളൂ. ശരി. ഗീതേ, സന്ധ്യയായി. ഇനി പോയിക്കോളൂ. ആശാനെ ഒന്നും കൊണ്ടുവിട്ടേക്ക്. പോകാം. ആ ബോർഡിന്റെ വക്കീലാരാ? കൃഷ്ണക്കുറുപ്പ്. ഓ, കുറുപ്പ് സാറാണോ? കുറുപ്പേട്ടനോ? വരൂ, ഇരിക്കൂ. എന്താ കുറുപ്പേട്ടാ പ്രശ്നം? ആ സൂപ്പർഇൻറ്റൻഡന്റ് സാമുവൽ എന്നെ വിളിച്ചിരുന്നു. നാളെയാണ് ആ എഞ്ചിനീയർ സുദേവന്റെ ട്രാൻസ്ഫർ കേസ്. ട്രാൻസ്ഫർ പ്രസ് ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം? ലോവർ കോർട്ട് പോലെ അല്ല ഹൈക്കോർട്ട്. ഒരാൾക്ക് 3 മാസത്തിനകം 6 ട്രാൻസ്ഫർ. നമ്മൾ എന്ത് എക്സ്പ്ലനേഷൻ കൊടുത്താലും കോടതിക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ലോ കോളേജിലെ ഞാനും ചരച്ചതാ 3 കൊല്ലം. ആസ് പെർ കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 പാർട്ട് 9B, ഗവൺമെന്റിന് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരാളെ എത്ര പ്രാവശ്യം വേണമെങ്കിലും സ്ഥലം മാറ്റാം, വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് എനി റീസൺ. സബ്സ്റ്റേഷൻ മെയിൻ്റനൻസ് എക്സ്പെർട്ടിനെ 6 അല്ല 60 സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ചെയ്യും. സാർ, ബോർഡിൽ എക്സ്പെർട്സ് വേറെയുണ്ട്. എനിക്കിപ്പോ ഇയാളെ സൗകര്യമുള്ളൂവെങ്കിൽ. സാർ, കേസ് ജയിച്ചാലും തോറ്റാലും ബോർഡ് എന്റെ ഫീസ് തരും. പക്ഷെ അതല്ലല്ലോ കാര്യം. ആർഗ്യൂ ചെയ്യാനുള്ള നമ്മുടെ പോയിന്റ്സ് വളരെ വീക്കാണ്. കൂടാതെ വിധി ബോർഡിനെതിരായാൽ പത്രക്കാർ ആവശ്യമില്ലാതെ വളച്ചൊടിച്ച് എഴുതുകയും ചെയ്യും. ഈ കേസിൽ സാറിനുള്ള താല്പര്യം രഹസ്യമായൊരു പരസ്യമാണ്. അതെ, എനിക്ക് താല്പര്യമുണ്ട്. പത്രക്കാർ എന്ത് വേണേലും എഴുതിക്കോട്ടെ, പക്ഷെ അവനെ ഞാൻ വെറുതെ വിടില്ല. എന്താണ് അവന്റെ പേര്? സുദേവൻ. സുദേവൻ തന്നെ. കുറുപ്പേട്ടനറിയോ, കഴിഞ്ഞ സമരകാലത്ത് ഞാനും അന്നത്തെ വകുപ്പ് മന്ത്രി കൂടി സബ്സ്റ്റേഷൻ ചെന്നപ്പോൾ അവൻ ഞങ്ങൾക്കെതിരെ എന്തൊക്കെയാ മുദ്രാവാക്യം വിളിച്ചതെന്ന്? എന്താടോ വിളിച്ചത്? അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന്. പിന്നെ പറഞ്ഞത് പലതും പുറത്തു പറയാൻ കൊള്ളില്ല സാർ. അവനെ കൊണ്ട് ഞാൻ കൊട പിടിപ്പിക്കും. സുദേവൻ മാത്രമായിരുന്നില്ലല്ലോ സമരത്തിന്, വേറെയും പലരും ഉണ്ടായിരുന്നല്ലോ. എനിക്കിപ്പോ ഇവനെയാ നോട്ടം. കുറുപ്പേട്ട, കേസ് തള്ളിയാ തള്ളട്ടെ. സുപ്രീം കോർട്ട് ഉണ്ടല്ലോ. സുപ്രീം കോർട്ടിൽ അഡ്മിഷൻ കിട്ടാൻ ഇതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും. കിട്ടണ്ട. ട്രാൻസ്ഫർ ഹൈക്കോടതി ക്യാൻസൽ ചെയ്യട്ടെ. വീണ്ടും അവനെ സ്ഥലം മാറ്റാൻ എനിക്ക് ആരും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവൻ എത്ര പ്രാവശ്യം കോടതി കയറി ഇറങ്ങും, എത്ര രൂപ വക്കീലിന് ഫീസ് കൊടുക്കും, എത്ര ദിവസം ഇതിനു വേണ്ടി മെനക്കെടും. അവനൊരു പാഠം പിടിപ്പിക്കാതെ ഞാൻ വിടില്ല. മിലോട്ട്, ഒരു തൊഴിലുടമയ്ക്ക് തീർച്ചയായും തന്റെ തൊഴിലാളി അവർക്ക് താല്പര്യമുള്ള സ്ഥലത്തേക്ക് സ്ഥലം മാറ്റാനുള്ള അധികാരമുണ്ട്. അതിന് ചില മാനദണ്ഡങ്ങൾ നിയമം നിർദ്ദേശിച്ചിട്ടുമുണ്ട്. അവയെല്ലാം കാറ്റിൽ പറത്തി നിയമം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിക്കുമ്പോഴാണ് അയാൾക്ക് കോടതിയെ ശരണം പ്രാപിക്കേണ്ടി വരിക. 3 മാസത്തിനുള്ളിൽ 6 ട്രാൻസ്ഫർ. സാമാന്യ ബോധത്തിനും യുക്തിക്കും നിരക്കാത്ത ഈ നടപടിയെ ന്യായീകരിക്കാൻ
വിജ്ഞാനിയായ ബോർഡിന്റെ വക്കീൽ ഉയർത്തിപ്പിടിക്കുന്നത് KS&SSR റൂൾ 9B പ്രൊട്ടക്ഷനാണ്. ഇവിടെ എന്റെ കക്ഷി സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ സബ്സ്റ്റേഷൻ മെയിൻ്റനൻസ് എക്സ്പെർട്ടാണ്. അദ്ദേഹത്തിന്റെ വിദഗ്ധ സേവനം 3 മാസങ്ങൾക്കുള്ളിൽ 6 സ്ഥലത്ത് വേണ്ടി വന്നിരിക്കുന്നു അത്രേ. സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ മറ്റു വിദഗ്ധർ ഒരേ സ്ഥലത്ത് വർഷങ്ങളായി തുടരുമ്പോഴാണ് എന്റെ കക്ഷിയുടെ സേവനം മാത്രം ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ബോർഡിന് ആവശ്യം. ഇത് തികച്ചും ദുരുദ്ദേശപരവും അന്യായവുമാണ്. സ്ഥലം മാറ്റത്തിന്റെ മറവിൽ എന്റെ കക്ഷിയോട് മധുരമായ ഒരു പ്രതികാരം വീട്ടുകയാണ് വകുപ്പ് മന്ത്രി. ഭരണപരമായ അടിയന്തരാവശ്യങ്ങൾക്ക് വേണ്ടി വിദഗ്ധ സേവനം ഉപയോഗപ്പെടുത്തുന്നു എന്ന വ്യാജേന എന്റെ കക്ഷിയെ പീഡിപ്പിച്ച് സർവീസിൽ നിന്ന് തന്നെ നീക്കാനുള്ള ഒരു തന്ത്രമാണ് ഈ സ്ഥലമാറ്റത്തിന് പിന്നിൽ. ബഹുമാനപ്പെട്ട കോടതിയുടെ ദയവുണ്ടായി ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ദാറ്റ്സ് ഓൾ, മിലോട്ട്. എഞ്ചിനീയർ സുദേവന്റെ സ്ഥലം മാറ്റ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ 3 വർഷത്തേക്ക് കൂടി തുടരണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഈ കാലയളവിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സ്ഥലം മാറ്റണമെങ്കിൽ മുൻകൂട്ടി കോടതിയെ അറിയിച്ച ശേഷമേ ആകാവൂവെന്നും വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ഈ ശിക്ഷണ നടപടിക്ക് പിന്നിലെന്ന വാദിഭാവം വക്കീലിന്റെ വാദം കോടതി സ്വീകരിക്കാനുണ്ടായത്. ആരാണോ സുദേവന്റെ വക്കീല്? അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള. സാർ അറിയും, പൗരാവകാശ സമിതിയുടെ നേതാവാണ് അയാൾ. 5-6 മാസം മുമ്പ് ബോർഡിനെതിരെ ഒരു കേസ് കൊടുത്തില്ലേ? ഉപഭോക്താക്കളെ ബോർഡ് വഞ്ചിക്കുന്നെന്ന് പറഞ്ഞു. അയാളാണ്? അതെ. ആരാ? സ്പെഷ്യൽ ബ്രാഞ്ച് SP? വരാൻ പറയൂ. സാർ. ഇരിക്കുക. ആരാണ്ടോ ഈ അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള? അറിയാം സാർ. മൂപ്പർക്ക് ഈ പൗരാവകാശ സമിതിയോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് ഏർപ്പാടുണ്ടല്ലോ. അയാളെ കുറിച്ച് കാര്യമായിട്ടൊന്ന് അന്വേഷിക്കണം. ആളെങ്ങനെയാ? കുഴപ്പക്കാരനാണോ? ഇനി പ്രതിപക്ഷവുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ല, നത്തിങ് സീരിയസ്, ജസ്റ്റ് റൊട്ടീൻ എൻക്വയറി. कैप्टन साहब। यस। कस्टम्स और इमिग्रेशन के ऑफिसर्स आ गए हैं। कम ऑन। I am Captain John Samuel. I am Preventive Officer Sanjeev. Nice to meeting you. Thank you. He is Mr. Shashidharan. Hello. And Satyadevan. Hello. I am Immigration Officer Sunny George, my assistant Chandran. Hello. What is the cargo? ജനറൽ കാർഗോയാ. Captain മലയാളിയാണോ? അതെ. വീട് തിരുവല്ലയാണ്. പക്ഷേ ഫാമിലി എല്ലാം ബോംബെയിലാണ്. ഏതായാലും മലയാളി ആയത് നന്നായി. ക്യാപ്റ്റൻ, ഇന്നലെയും മിനിഞ്ഞാന്നും ബർത്ത് ചെയ്ത കപ്പലുകളിൽ ഞങ്ങൾക്ക് ആവോളം തലവേദന ഉണ്ടായിരുന്നു. അതിൽ അൺഡിക്ലെയർഡ് ആയിട്ടുള്ള പലതും ഉണ്ടായിരുന്നു. ഇതിൽ അങ്ങനെയൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഷുവർ. ദിസ് ഷിപ്പ് ഈസ് യുവേഴ്സ്. സാറ് കയറി മറിച്ച് നോക്കിക്കോളൂ. മാനിഫെസ്റ്റ് ചെയ്യാത്ത ഒരു ഐറ്റവും ഇതിലുണ്ടാവില്ല. രാംദേവ് സാബ് കൊല്ലേ ജാओ. अच्छा आइए साहब. Come on. എത്ര ജോലിക്കാരുണ്ട് ഈ കപ്പലിൽ? ഞാൻ ഉൾപ്പെടെ 17 പേർ. എല്ലാവരുടെയും പേപ്പേഴ്സ് ഒക്കെ റെഡിയല്ലേ? പിന്നെ നമുക്ക് എന്റെ ക്യാബിനിലേക്ക് പോവാം. കമോൺ. അമലേക്കർ, ഡിസിൽവ, അൽബുകാർക്കെ, ഇർഷാദ്, ചിൻചു, ക്യാൻചി, രാംദേവ്, സാഹിദ്, നയീം, ത്യോപി. നോ, ഫോക്ക് ഫീ ചൈനക്കാരനാ. മൊത്തം 17 പേരാണല്ലേ ക്രൂ? അതെ. അതിൽ 6 പേർ ഇന്ത്യക്കാരാ, 2 പേർ മലയാളികളാ. ഞാനും മിസ്റ്റർ തോമസ് കുറിയായും. ബാക്കിയുള്ളവർ മറ്റു പല രാജ്യക്കാരാണ്. എല്ലാവർക്കും ലാൻഡിംഗ് പെർമിറ്റ് വേണോ? വേണം സാർ. കുറെ നാളായില്ലേ കര കണ്ടിട്ട്. ബൈ ദ വേ, ഐ വാണ്ട് ടു ടെൽ യു സംതിങ് വെരി സീരിയസ്ലി. ഈ ലിസ്റ്റിൽ പെടാത്ത ഒരാൾ കൂടി ഈ കപ്പലിനുണ്ട്.
ക്യാപ്റ്റൻ ആയതിനു ശേഷം ഞാൻ ആദ്യമായാണ് കൊച്ചിയിൽ വരുന്നത്. 1 വർഷം മുമ്പ് ഈ കപ്പൽ കൊച്ചിയിലെത്തിയിരുന്നു. അന്ന് കപ്പൽ തിരിച്ചു പോകുമ്പോൾ പുറംകടലിൽ നിന്ന് അവർക്കൊരു മനുഷ്യരെ കിട്ടി. തീർത്തും മരണാസന്നനായ അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അയാളുടെ സ്വബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ട് ഒരു രേഖയും കൈവശമില്ലാത്ത അയാൾക്ക് ഒരു പോർട്ടിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിംഗപ്പൂർ പോർട്ടിൽ വെച്ച് ഞാൻ ഈ കപ്പലിന്റെ ആധിപത്യം ഏറ്റെടുത്തപ്പോൾ കപ്പലിന്റെ ബാധ്യതയായി ഈ മനുഷ്യനുണ്ടായിരുന്നു. ഒരു മലയാളിയാണെന്ന് കൂടി ബോധ്യപ്പെട്ടപ്പോൾ കുറെ കൂടി മനുഷ്യത്വപരമായ സമീപനം ഞാൻ കൈക്കൊണ്ടു. ആരോരുമില്ലാത്ത അയാളെ ഉപേക്ഷിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. കപ്പൽ കൊച്ചിയിലെടുത്തപ്പോൾ എനിക്കൊരു മോഹം, അയാളെ ഇവിടെ ഇറക്കിയാക്കൊള്ളാമെന്ന്. പക്ഷേ താൻ ആരാണെന്ന് വെളിപ്പെടുത്താൻ ഉതകുന്ന ഒരു രേഖയും അയാളുടെ പക്കലില്ല. കൂടാതെ അയാളുടെ നാടോ വീടോ സ്വന്തക്കാരെയോ അങ്ങനെ യാതൊന്നിനെക്കുറിച്ചും അയാൾക്കൊട്ട് ഓർമ്മയുമില്ല. അയാൾക്ക് ഓർമ്മയുള്ളത് അയാളുടെ പേര് മാത്രം, ബഷീർ. ഈ കാര്യത്തിൽ സാറിന് എന്നെ സഹായിക്കാൻ കഴിയുമോ? പെട്ടെന്നൊരു മറുപടി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഈ ജോലിയിൽ വന്നിട്ട് ഏറെ നാളായില്ല. പിന്നെ ഇമിഗ്രേഷൻ നിയമത്തെക്കുറിച്ചൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ഓഫീസറുമായി സംസാരിച്ചതിന് ശേഷമേ എനിക്ക് എന്തെങ്കിലും പറയാൻ കഴിയൂ. ഓക്കെ. സാറിന് ബഷീറിനെ ഒന്ന് കാണുന്നതിൽ വിരോധമുണ്ടോ? ഇല്ല, കാണാം. താങ്ക് യു. പ്ലീസ് കം. ബഷീർ, നീ വന്നേ. വാ, പേടിക്കണ്ട. ഈ സാറ് എന്റെ സ്നേഹിതനാ. നിന്നെ കൊണ്ടുപോകാൻ വന്നതാ. എവിടെയാ ബഷീറിനെ കൊണ്ടുവിടേണ്ടത്? എവിടെയാ നിന്റെ വീട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവന്റെ വീടിനെ കുറിച്ചോ നാടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ചോദിച്ചാൽ ഇതാണ് മറുപടി. ബഷീർ പോയി ജോലി ചെയ്തു. സാറ് കണ്ടില്ലേ? എന്താണ് സാർ ചെയ്യേണ്ടത്? ഞാൻ ഏതായാലും ഓഫീസറെ ഒന്ന് കാണട്ടെ. 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പൽ തുറമുഖം വിടും. അവന് വേണ്ടി എഴുത്തുകുത്തുകൾ നടത്തി ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കപ്പലിന് ഇവിടെ കാത്തു നിൽക്കാനാവോ? ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തന്നെ പിന്നെ ഒരു കാര്യം, ഈ അനുകമ്പയും സഹാനുഭൂതിയൊക്കെ ഇപ്പോഴേ തോന്നും. ഊരും പേരും അറിയാത്ത ഒരു മന്ദബുദ്ധിയെ കരക്കിറക്കിയാൽ ഉടമസ്ഥനെ കണ്ടുപിടിച്ചേൽപ്പിക്കുന്നവരെ തലവേദന നമുക്കാ. പ്രമാണവും രേഖയുള്ളവന്റെ കാര്യം നോക്കാൻ തന്നെ ഇവിടെ സമയമില്ല. അപ്പോഴാ വേണ്ടാത്ത പുലിവാലിനൊന്നും പോകണ്ട. തന്നെ കപ്പലിൽ വന്നാൽ കപ്പലിൽ തന്നെ മടക്കട്ടെ. യെസ് സർ, ഹിയർ ഈസ് എ മെസ്സേജ് ഫോർ യു. ഓക്കേ സർ. യാ. എന്തായി സാർ? ഐ എം സോറി ക്യാപ്റ്റൻ, നടക്കില്ല. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇറ്റ്സ് ഫേറ്റ്. ഞാൻ വരട്ടെ. ക്യാപ്റ്റൻ, നമുക്ക് കോടതി വഴി ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഒരു പോംവഴിയുണ്ടോ? എനിക്ക് നിയമമൊന്നും വശമില്ല സാർ. കൂടാതെ 2 ദിവസം കഴിഞ്ഞാൽ കപ്പലിന് മടങ്ങണം. എനിക്കാണെങ്കിൽ നല്ല തിരക്കും. അതിനിടയിൽ ഞാൻ ആരെ പോയി കാണാനാണ്? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അഡ്വക്കേറ്റ് ഭാസ്കർ പിള്ള. അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? സാർ, നിയമവിധേയമായി തന്നെ ബഷീറിനെ എനിക്കിവിടെ ഇറക്കിയാൽ കൊള്ളാവുന്നുണ്ട്. മറ്റൊരു രാജ്യത്തെ പോർട്ടിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ല. ഇവിടെ സ്വന്തം മണ്ണിലും അയാൾക്ക് ഇറങ്ങാൻ അനുമതി ലഭിക്കില്ലെന്ന് വന്നാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ബഷീറിനെ പ്രോപ്പർ ചാനലിൽ കൂടെ മാത്രമേ ഇറക്കാൻ കഴിയൂ. അതിന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ തന്നെ വിചാരിക്കണം. അവർ ഡിസ്ട്രിക്ട് കളക്ടർക്ക് അപ്ലിക്കേഷൻ കൊടുത്ത് കളക്ടർക്ക് എക്സ്റ്റേണൽ മിനിസ്റ്ററുടെ കൺസേണിന് കീഴിൽ അയാളെ ഡീപ്പോർട്ട് ചെയ്യാൻ ഉത്തരവിടാം. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ ഇനിയിപ്പോൾ കോടതിയിൽ പോയാൽ തന്നെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാരോട് ഈ കേസ് ഒന്ന് പരിശോധിക്കണമെന്നൊരു ഡയറക്ഷൻ കൊടുക്കാൻ മാത്രമേ കോടതിക്ക് കഴിയൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ തന്നെ ചുരുങ്ങിയത് 3-4 ദിവസത്തെ സമയമെങ്കിലും എടുക്കും. 2 ദിവസത്തിനുള്ളിൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? ആ പേരും പറഞ്ഞ് ഇവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റുകാർ കൈ കഴുകുകയും ചെയ്യും, അല്ലേ?
ഇനിയിപ്പോ ഏത് വഴിക്കായാലും ബഷീർ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണം. അതിനുള്ള പാസ്പോർട്ടോ രേഖയോ ഒന്നും അയാളുടെ കയ്യിലില്ലല്ലോ. ബഷീർ മലയാളിയാണ് സാർ. ഈ സണ്ണി അയാളെ നേരിട്ട് കണ്ടതാണ്. ഓക്കെ, സമ്മതിച്ചു. അപ്പോഴും 48 മണിക്കൂർ കഴിഞ്ഞാൽ കപ്പലിന് തിരിച്ചു പോകണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? അതിനുള്ളിൽ ഒരു മാർഗമില്ലേ സാർ? ഉണ്ട്. ക്യാപ്റ്റൻ പറഞ്ഞത് അവനൊരു മലയാളിയാണെന്നല്ലേ? അതെ. ആ ടെലിഫോൺ ഡയറക്ടറിങ് എടുത്ത്. അങ്ങനെ അവനൊരു മലയാളിയാണെങ്കിൽ അവന്റെ ഉറ്റവരോ ഉടയവരോ ആരെങ്കിലും ഈ നാട്ടിൽ കാണും. അവരെ കണ്ടുപിടിക്കുക, അവരവനെ ഐഡന്റിഫൈ ചെയ്താൽ കാര്യം നടക്കും. അതിന് അയാൾ ആകെ സംസാരിക്കുന്ന 2-3 വാക്കുകളാണ്. പിന്നെ എങ്ങനെയാണ് സാർ അയാളുടെ നാടോ വീടോ വീട്ടുകാരെ ഞാൻ മനസ്സിലാക്കുന്നത്? ഹലോ, ടൈംസ് അല്ലേ? ആ, ഞാൻ ഭാസ്കർ പിള്ള, അഡ്വക്കേറ്റ്. എഡിറ്റർ അല്ലേ? ഒന്ന് കൊടുക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. എനിക്കേ നിങ്ങളുടെ ഏറ്റവും സ്മാർട്ടായ ഒരു ഫോട്ടോഗ്രാഫറെയും ഒരു റിപ്പോർട്ടറെയും ഉടനെ അയച്ചു തരണം. ഹോട്ട് ന്യൂസ് ആണ്. അവർ നേരെ ഏത് വാർഫിലാന്ന് പറഞ്ഞേ? എറണാകുളം വാർഫിൽ. ആ, എറണാകുളം വാർഫിൽ അയച്ചാൽ മതി. ഞാനൊരു 3/4 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ, താങ്ക് യു. നാളെ ബഷീറിനെ കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് പത്രത്തിൽ വരും. അത് കണ്ട് അവന്റെ ബന്ധുക്കൾ ആരെങ്കിലും വന്നാൽ ലെറ്റ് us try a chance. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. വെൽക്കം.